ഹലോ, ഇന്ന് ഒഴിവായതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വണ്ടിയെടുത്ത് ഊട്ടിയിലേക്ക് വെച്ച് പിടിച്ചതാണ്. ഊട്ടിയിൽ സർവ്വസാധാരണയായി കാണുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാൽ അതല്ലാത്ത മറ്റൊരു സ്ഥലം തേടി ഇറങ്ങിയതാണ്. പെട്ടെന്നുണ്ടായ പ്ലാനാണ്. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തു, രാവിലെ വണ്ടിയെടുത്ത് പോന്നു. അങ്ങനെ ഊട്ടിയിലേക്ക് പോരുമ്പോൾ നമുക്കറിയാം, രണ്ട് ഭാഗങ്ങളിലായിട്ട് മനോഹരമായ കാഴ്ചകളുണ്ട്. തേയിലത്തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്. അതെല്ലാം ആസ്വദിച്ച് നമുക്ക് ഊട്ടിയുടെ തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഷൂട്ടിംഗ് പോയിൻ്റാണ്. ഷൂട്ടിംഗ് പോയിന്റിൽ നമ്മൾ സൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം മറ്റൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മൾ പോകുന്നു. അതായത് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് റോഡ് കാണാം. അതാണ് ഈ റോഡ്. ഇതായി കാണുന്ന റോഡ്. വലത് ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഈ റോഡ്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ചെറിയൊരു ക്ഷേത്രമാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ഈ വഴി പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുക. ഉദ്ദേശിച്ച സ്ഥലം ഏതാണെന്ന് കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ഈ വീഡിയോ അല്ല, ഈ സ്ഥലത്ത് പോയവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടവർക്കോ അറിയാം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നതെന്ന്. രണ്ട് ഭാഗവും കാടാണെങ്കിലും കാട്ടിലെ മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, കാരണം പകലാണ്. ഏതായാലും നമ്മൾ മുന്നോട്ട് പോകുന്നു. രണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ട് മനോഹരമായ കാഴ്ചയുണ്ട്. വളരെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ കിഡിലൻ പ്ലേസാണ് അത്. ഇവിടെ ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ഇവിടെ നിന്ന് ആസ്വദിക്കുന്നുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, എങ്കിലും റോഡിൽ നിന്നുകൊണ്ടൊക്കെ കണ്ട് ഈ സ്ഥലം നമുക്ക് ആസ്വദിക്കാം. മനോഹരമായ കാഴ്ചയാണ്. മനം കുളിർക്കുന്ന കാഴ്ച എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള കാഴ്ചയാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ഉദ്ദേശം ഈ ഒരു സ്ഥലമല്ല. നമ്മൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങ് ദൂരെ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. നമ്മളൊക്കെ അവിടേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് വണ്ടി വിടില്ല. അതിൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ സൈഡിലായിക്കൊണ്ട് ഒരു ബോർഡ് നമുക്ക് കാണാം. ഇതാണ് ആ ബോർഡ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഹങ്കർ ഫോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നടന്നു പോകണം. അങ്ങനെ പല കാഴ്ചക്കാരിവിടെ വന്നിട്ടുണ്ട്. വണ്ടി നിർത്തി നമ്മളങ്ങനെ മുന്നോട്ട് പോയി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്ലേസ് വല്ലാത്ത മനസ്സിൽ ഫീൽ ഉണ്ടാക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളും മലകളും, അങ്ങനെ പച്ചപ്പ്, ചുറ്റും നോക്കിയാൽ പച്ചപ്പ് ദൂരെ വരെ കാണാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ ഇവിടുന്ന് നമ്മളിതാ ഈ ഒരു പാലം വഴി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോവാണ്. ഈ ബിൽഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണ്. ഈ ഒരു മരത്തടി കൊണ്ടുണ്ടാക്കിയ ഒരു താൽക്കാലിക പാലാണ്. ഈ പാലം അന്ന് തന്നെ ഒരു അപകടാവസ്ഥയിലാണ്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പാലം കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഈ പാലം കടന്ന് മുന്നോട്ട് എത്തിയാൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്താം. ഈ ബിൽഡിങ് നിൽക്കുന്നതിൻ്റെ ചുറ്റുഭാഗം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു ഏരിയ മുഴുവൻ പിന്നെ എന്താ പറയുക, ഒരു നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ്. പച്ചപ്പ്, എവിടെ നോക്കിയാലും പച്ചപ്പ്, തേയിലത്തോട്ടങ്ങൾ, കുറ്റിച്ചെടികളൊക്കെയാണ്. ഈ ബിൽഡിങ് ഒരു താൽക്കാലിക ബിൽഡിങ്ങാണ്. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണിത്. മലയാളത്തിലെ ചാർലി എന്ന ദുൽഖർ സൽമാൻ്റെ ചാർലി എന്ന സിനിമയുടെ തമിഴ് റീമേക്കായ മാധവൻ അഭിനയിച്ച മാര എന്ന ഫിലിമിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണിത്. ഒരു സെറ്റാണ്, സിനിമ സെറ്റാണിത്. ആ സിനിമയിലെ രംഗമാണ് ഈ കാണുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ നടുക്ക് മനോഹരമായ ഒരു ബിൽഡിങ് എന്ന് നമുക്ക് തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ. അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ അതിന് മനോഹാരിത ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്.
അങ്ങനെ അങ്കർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഊട്ടിയിലെ സാധാരണ എല്ലാവരും പോകുന്ന സ്ഥലത്തേക്കല്ല ഇപ്രാവശ്യത്തെ യാത്ര. ഊട്ടിയിലെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുക എന്ന രീതിയിലാണ്, ഉൾപ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിന്ന് 60 കിലോമീറ്റർ മാറി മനോഹരമായൊരു സ്ഥലമാണ് ഈ കിന്നക്കോര എന്ന് പറയുന്ന ഒരു സ്ഥലം. ആസ്വദിക്കുക എന്ന് പറയുന്നത് ഈ അവിടേക്ക് പോകുന്ന വഴികൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. 2 ഭാഗങ്ങളിലും, റോഡിൻ്റെ 2 ഭാഗങ്ങളിലും മനോഹരമായ കാഴ്ചകൾ, മൺപാതകൾ, കുന്നുകൾ, മലകൾ, തേയിലത്തോട്ടങ്ങൾ, അങ്ങനെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ യാത്ര. ഈ ഒരു സ്ഥലം റീൽസിലും വീഡിയോയിലും ഒക്കെ നമ്മൾ ആസ്വദിച്ചതാണ്. നീലഗിരി ജില്ലയിലെ കിന്നക്കോര എന്ന സ്ഥലത്ത് നല്ല മനോഹരമായ റോഡുകൾ, പൊട്ടിപ്പൊളിയാത്ത റോഡുകൾ, വൃത്തിയുള്ള റോഡാണ്. ഇവിടുന്ന് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തേയിലത്തോട്ടങ്ങൾ കാണാം, വെള്ളച്ചാട്ടം കാണാം. അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പുല്ലുകളൊക്കെ തിന്നുകൊണ്ട് കാട്ടുപോത്തുണ്ട്. ദൂരെ നിന്ന് കാട്ടുപോത്തിനെ കാണാം. കാട്ടുപോത്ത് ഒരുപാടുണ്ട്. ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ പല സ്ഥലങ്ങളിലും കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്തുകൾ 1, 2 അല്ല, കൂട്ടമായിട്ടാണ് കാട്ടുപോത്തുകളുള്ളത്. പ്രത്യേകിച്ച് ഈ ഊട്ടിയുടെയും മലമ്പ്രദേശങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാം. കാട്ടുപോത്ത് പോലെയുള്ള മൃഗങ്ങളെ കാണാം. പിന്നെ നല്ല മരങ്ങൾ, തണുപ്പ്. ഇപ്പോൾ ഇവിടെ കോടയുള്ള സമയത്ത് നല്ല കോടയുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ആയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഊട്ടിയിലേക്ക് പോകുമ്പോൾ കാണാത്ത കാഴ്ചകൾ തേടിയുള്ളൊരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഊട്ടിയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് തിരഞ്ഞെടുക്കുക. അങ്ങനെ ഊട്ടി അതായത് എന്താണ് ഗ്രാമീണ ഭംഗി, ഊട്ടിയുടെ ഗ്രാമീണ ഭംഗി എന്താണ് എന്നുകൂടി ആസ്വദിക്കുക ഇത്തരം സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക.